എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പോക്സോ ആക്ടിനെ കുറിച്ചാണ്. എന്താണ് പോക്സോ ആക്ട്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ്. കുട്ടികൾക്കെതിരെ നാൾതോറും ഏറിവരുന്ന ലൈംഗിക പീഡനങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടിയും ഇന്ത്യൻ ഭരണഘടനയും ഉറപ്പു നൽകുന്ന കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ലിംഗഭേദമില്ലാതെ ബാലസൗഹൃദമായ നടപടിക്രമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയമമാണ് ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം അല്ലെങ്കിൽ പോക്സോ ആക്ട്. അപ്പോൾ കുട്ടികൾക്ക് എതിരെ ഏറി വരുന്ന ലൈംഗിക പീഡനങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടിയും ഇന്ത്യൻ ഭരണഘടനയുടെ ഉറപ്പും നൽകുന്ന കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ട് ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു നിയമമാണ് ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ്. സെക്ഷൻ 3 പറയുന്നത് ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ ലൈംഗിക അവയവങ്ങളോ മറ്റ് അവയവങ്ങളോ മറ്റും ഉപയോഗിച്ച് ചൂഷണം ചെയ്യുകയോ ഇത്തരം പ്രവൃത്തികൾ ഒരു കുട്ടിയെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണമായിട്ട് കരുതപ്പെടും. അതായത് പെനിട്രേറ്റീവ് സെക്സ്വൽ അസോൾട്ട് എന്നും പറയും. അപ്പോൾ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ ലൈംഗിക അവയവങ്ങളോ മറ്റ് അവയവങ്ങളോ ഉപയോഗിച്ചിട്ട് ചൂഷണം ചെയ്യുകയോ ഇത്തരം പ്രവൃത്തികൾ കുട്ടിയെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെഷൻ 3 പ്രകാരം ചെയ്യുന്ന കുറ്റത്തിന് സെഷൻ 4(1) അതിൻ്റെ ശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ സെഷൻ 4(1) എന്താണെന്ന് വെച്ചാൽ സെഷൻ 3 കുറ്റങ്ങൾക്ക് നിശ്ചയിക്കുന്ന ശിക്ഷയാണ്. അതെന്താണെന്ന് നോക്കാം. എന്താണ്? 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയും ലഭിക്കും. തടവും പിഴ ശിക്ഷയും ലഭിക്കുന്ന ഒരു കുറ്റമാണ് സെഷൻ 3 ചെയ്യുന്നത്. അപ്പോൾ സെഷൻ 3 ശിക്ഷ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴ ശിക്ഷയും ലഭിക്കുന്നു. ഇനി സെഷൻ 4(2) എന്താ പറയുന്നത്? 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിക്കെതിരെ സെഷൻ 3 പ്രകാരമുള്ള ആക്രമണം, അതായത് സെഷൻ 3 നമ്മൾ ഇപ്പോൾ വായിച്ച ആ ആക്രമണം 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴ ശിക്ഷയും ലഭിക്കും. അതായത് ഈ 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കെതിരെയാണ് സെഷൻ 3 കുറ്റം ചെയ്യുന്നതെങ്കിൽ 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴ ശിക്ഷയും ലഭിക്കാനുള്ള വകുപ്പുമാണ്. സെഷൻ 4(3) എന്താ പറയണത്? പ്രതിയിൽ നിന്നും ഈടാക്കിയ പിഴയുടെ തുക ആക്രമണത്തിനിരയായ കുട്ടിയുടെ ശാരീരിക ചികിത്സാ ചെലവിനും പുനരധിവാസത്തിനും ഉപയോഗിക്കണം. അപ്പോൾ പ്രതിയിൽ നിന്ന് ഈടാക്കിയ തുക ഇരയായ കുട്ടിയുടെ ശാരീരിക ചികിത്സാ ചെലവിനും പുനരധിവാസത്തിനും ഉപയോഗിക്കണമെന്നാണ് സെഷൻ 3 പറയുന്നത്. അപ്പോൾ സെഷൻ 3 കുറ്റത്തിൻ്റെ ശിക്ഷ സെഷൻ 4(1) 4(2) ഉണ്ട്. സെഷൻ 4(3) ആ കുട്ടിക്ക് ഉള്ള കോമ്പൻസേഷനാണ്. ഇനി സെഷൻ 5 എന്താണെന്ന് നോക്കാം. എന്താണ്? ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം. സർക്കാർ ഉദ്യോഗസ്ഥനോ സംരക്ഷണ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥരോ ആശുപത്രി ജീവനക്കാരോ മതസ്ഥാപന ജീവനക്കാരോ ചെയ്താൽ, സായുധ സേനാ സംഗമം സുരക്ഷാ സേനാംഗമോ ജയിൽ ഉദ്യോഗസ്ഥനോ ഒരു പോലീസ് ഓഫീസറോ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ചെയ്താലോ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ചെയ്താലോ 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിക്കെതിരെ ചെയ്താലോ ആക്രമണത്തിന് ഇരയാകുന്നത് പെൺകുട്ടിയാണെങ്കിലോ
കുട്ടി ഗർഭിണിയായാലോ കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താലോ ഒന്നിലധികം തവണ ആവർത്തിച്ച് ആക്രമിച്ചാലോ മാരക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമിച്ചാലോ അത് കാരണം കുട്ടിക്ക് ഗുരുതര പരുക്കുകൾ സംഭവിച്ചാലോ ശാരീരിക മാനസിക വൈകല്യം സംഭവിച്ചാലോ ലൈംഗിക രോഗങ്ങളോ മറ്റു മാരക രോഗങ്ങളോ കുട്ടിയിലേക്ക് പകരാൻ കാരണമായാലോ മരണം സംഭവിച്ചാലോ എന്താണ് ഈ സെക്ഷൻ 5 കാരണമാകും. അപ്പോൾ സെക്ഷൻ 5 പറയുന്നത് ഇത്രയും കാര്യങ്ങൾ, അതായത് സർക്കാർ ഓഫീസുകളിലുള്ള ജീവനക്കാർ അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, സർക്കാർ ജീവനക്കാരാകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ളവരാകാം, നമ്മളുടെ വീട്ടിലുള്ളവരാകാം, സ്വന്തക്കാരാകാം, ബന്ധുക്കളാകാം, അവരെല്ലാവരും ഈ ലൈംഗികമായിട്ട് കുട്ടിയെ പീഡിപ്പിച്ചാൽ സെക്ഷൻ 5 ആണ് ആക്ട് എടുക്കുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 5 ശിക്ഷ വരുന്നത് സെക്ഷൻ 6(1) എന്താണെന്ന് നോക്കാം. 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയും പിഴയും അല്ലെങ്കിൽ വധശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണ് സെക്ഷൻ 5 ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 5 കുറ്റത്തിന് ശിക്ഷ എന്താണ്? 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയും പിഴയും അല്ലെങ്കിൽ വധശിക്ഷയും ലഭിക്കാവുന്നതാണ്. ഇനി സെക്ഷൻ 6(2) എന്താണ്? പ്രതിയിൽ നിന്ന് ഈടാക്കിയ പിഴത്തുക ആക്രമണത്തിനിരയായ കുട്ടിയുടെ ശാരീരിക ചികിത്സാ ചെലവിനും പുനരധിവാസത്തിനും ഉപയോഗിക്കണം. അത് എല്ലാ സെക്ഷനിലും ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സെക്ഷൻ 5 ഏറ്റവും വലിയ ക്രൂരമായ ലൈംഗിക പീഡനത്തിൻ്റെ നിയമം ഉള്ളത്. അപ്പോൾ ഈ സെക്ഷൻ 5 ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ സംരക്ഷിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ, അപ്പോൾ സർക്കാർ ജോലിക്കാർ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നുണ്ട്. സർക്കാർ ഓഫീസുകളൊക്കെ വൈകുന്നേരം 5 മണി വരെയാണല്ലോ, 5 മണിക്കാണല്ലോ ഓഫീസൊക്കെ അടക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരാം. സർക്കാർ ഓഫീസുകൾ 5 മണിക്ക് അടയ്ക്കുന്നു. അപ്പോൾ സർക്കാർ ജീവനക്കാർ അതേ തുടർന്ന് ഹോസ്പിറ്റൽ ജീവനക്കാർ, കുട്ടികളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും ആ ഗണത്തിൽപ്പെടും. അപ്പോൾ ഈ സെക്ഷൻ 5 ഇത്രയും പറഞ്ഞിരിക്കുന്നവർ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചാൽ അത് സെക്ഷൻ 5 വരുന്ന ഏറ്റവും വലിയ കുറ്റമാണ്. ലൈംഗിക പീഡനങ്ങളിലെ ഏറ്റവും വലിയ കുറ്റമാണ്. അതിന് സെക്ഷൻ 1 നിശ്ചയിക്കുന്ന ശിക്ഷ എന്താണ്? 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയും പിഴയും അല്ലെങ്കിൽ വധശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണത്. ഇനി സെക്ഷൻ 7 നോക്കാം. എന്താണത്? ലൈംഗിക ചിന്തയോടുകൂടി ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുകയോ ശരീരഭാഗങ്ങൾ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ ലൈംഗിക അതിക്രമമായി കരുതും. അപ്പോൾ സെക്ഷൻ 7 എന്താ പറയുന്നത്? ലൈംഗിക ചിന്തയോടുകൂടി ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുകയോ ശരീരഭാഗങ്ങൾ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ ലൈംഗിക അതിക്രമമായി കരുതും. സെക്ഷൻ 8 എന്താണ്? സെക്ഷൻ 7 പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് 3 വർഷം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കും. അപ്പോൾ ഓരോ സെക്ഷനും അതിൻ്റെ ശിക്ഷയും പരിഹാരമൊക്കെ പ്രത്യേകം പഠിച്ചിരിക്കണം. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 3 ഘട്ട LDC എക്സാമിനും പോക്സോ ആക്ടിനെ കുറിച്ച് അതിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അല്ലാതെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള LDC പരീക്ഷകളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു പോയിൻറ്റ്സ് പോലും വിട്ടുകളയാതെ പഠിക്കുക കേട്ടോ. ഇനി സെക്ഷൻ 9 എന്താണ്? സെക്ഷൻ 5 പരാമർശിക്കുന്ന ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും ലൈംഗിക അതിക്രമം ഉണ്ടായാൽ അവയെ ഗൗരവമായ ലൈംഗിക അതിക്രമമായിട്ട് കരുതും. സെക്ഷൻ 5 പരാമർശിക്കുന്ന 5 നമ്മളിപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ.
സർക്കാർ ജീവനക്കാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുള്ള ഓരോരോ വ്യക്തികളുടെയും ഓരോ സംരക്ഷിക്കേണ്ട ഓരോ വ്യക്തികളെയും നമ്മളിപ്പോൾ പരാമർശിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ വ്യക്തികളിൽ നിന്നും ലൈംഗിക അതിക്രമം ഉണ്ടായാൽ അവയെ ഗൗരവമായ ലൈംഗിക അതിക്രമമായിട്ട് കരുതുമെന്നാണ് സെഷൻ 9 പറയുന്നത്. ഇനി സെഷൻ 11 എന്താണ്? ഒരാളൊരു കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന് കരുതുന്ന സാഹചര്യം. അതായത് ഒരു കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമായി എന്ന് കരുതുന്ന സാഹചര്യം. അതെന്താണെന്ന് നോക്കാം. ലൈംഗിക ചിന്തയോടുകൂടിയ വാക്കുകളോ ശബ്ദമോ പുറപ്പെടുവിക്കുകയോ വസ്തുക്കളോ പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയോ നേരിട്ടോ ഡിജിറ്റൽ മാധ്യമം മുഖേനയോ പല പ്രാവശ്യം നിരന്തരമായി കുട്ടിയെ പിന്തുടരുകയോ ശല്യം ചെയ്യുകയോ ചെയ്താൽ അത് ലൈംഗിക പീഡനമായി കരുതും. അപ്പോൾ ലൈംഗിക ചിന്തയോടുകൂടിയ വാക്കുകളായാലും മതി ശിക്ഷ കിട്ടാനായിട്ട്. അപ്പോൾ ലൈംഗിക ചിന്തയോടുള്ള വാക്കുകളോ ശബ്ദം പുറപ്പെടുവിക്കലോ ഓരോ വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അതല്ലാതെ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയൊക്കെ കുട്ടിയെ നിരന്തരമായി ശല്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതുപോലുള്ള ലൈംഗിക കാര്യങ്ങൾ ചെയ്താൽ അത് ലൈംഗിക പീഡനമായി കരുതുമെന്നാണ് സെഷൻ 11 പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ലൈംഗിക പീഡനത്തിന് കുട്ടി വിധേയമായി എന്ന് കരുതി ശിക്ഷ കൊടുക്കാവുന്ന സെഷനാണ് സെഷൻ 11. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. സെഷൻ 22 വ്യാജ വിവരങ്ങൾക്കോ വ്യാജ പരാതികൾക്കോ ഉള്ള ശിക്ഷയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരാൾ ഒരു വ്യക്തിയെക്കുറിച്ച് വ്യാജ പരാതി നൽകിയാൽ അയാളെ 6 മാസം വരെ തടവിനോ പിഴയ്ക്കോ രണ്ടിനും കൂടിയോ ശിക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരാളെക്കുറിച്ച് ഒരാളോട് നമുക്ക് ദേഷ്യം തോന്നി അല്ലെങ്കിൽ അയാളെക്കുറിച്ച് മോശമായിട്ട് ഈ ലൈംഗിക കാര്യങ്ങൾ നടത്തി എന്ന് വ്യാജമായിട്ട് പറഞ്ഞാൽ ആ വ്യാജമായി പറയുന്ന ആൾ വ്യാജമായിട്ടാണ് പറയുന്നതെന്ന് തെളിഞ്ഞാൽ അയാൾക്ക് 6 മാസം വരെ തടവും പിഴയും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ശിക്ഷിക്കാവുന്നതാണ്. ഒരു കുട്ടിക്കെതിരെയാണ് വ്യാജ പരാതി ലഭിച്ചത് എന്നാൽ 1 വർഷം വരെ ശിക്ഷ ലഭിക്കാം. ഒരു കുട്ടിയെക്കുറിച്ചാണ് ഇങ്ങനെ വ്യാജമായിട്ട് പറഞ്ഞെങ്കിൽ 1 വർഷം വരെ ശിക്ഷ ലഭിക്കാം. ഒരു കുട്ടിയാണ് വ്യാജ പരാതി നൽകിയത്, നേരെ മറിച്ച് ഒരു കുട്ടിയാണ് ഒരു ആളെക്കുറിച്ച് വ്യാജമായിട്ട് പറഞ്ഞതെങ്കിൽ ശിക്ഷ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. കുട്ടിയല്ലേ എന്ന് കരുതി ശിക്ഷയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ സെഷൻ 22 പറയുന്നത് വ്യാജ വിവരങ്ങൾക്കോ വ്യാജ പരാതികൾക്കോ ഉള്ള ശിക്ഷയെക്കുറിച്ചാണ്. ഇനി അടുത്തത് സെഷൻ 23 ആണ്. അപ്പോൾ സെഷൻ 23 എന്താ പറയുന്നത്? മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ. അപ്പോൾ ഓരോ സെഷനും പ്രത്യേകം പഠിച്ചിരിക്കണം. ഇത് എന്തിനെക്കുറിച്ചുള്ള വകുപ്പാണെന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. അവയുടെ ശിക്ഷയും അറിഞ്ഞിരിക്കണം. അപ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സെഷൻ 23 എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ 24 ഉണ്ടല്ലോ, അതിൻ്റെ കാര്യം ഓർത്താൽ മതി. അപ്പോൾ അതൊരു മാധ്യമമാണല്ലോ. അപ്പോൾ 24 എന്നുള്ള 23 എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ സെഷൻ 23 മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുടെ വ്യക്തിത്വം അത് ആരാണെന്നോ ഏതാണെന്നോ എവിടെയാണെന്നോ ആ കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന സെഷൻ ഏതാണ്? സെഷൻ ബിയിൽ എന്താണ്? സെഷൻ 23. സെഷൻ 23 ആണ് വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന സെഷൻ. പോക്സോ ആക്റ്റിൽ നിന്നും ഇതുവരെ PSC ചോദിച്ച ചോദ്യങ്ങളൊന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തത്, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി എത്രയാണ്? ആൻസർ എ ആണ്, 18 വയസ്സിൽ താഴെ.
18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ പോക്സോ ആക്ടിൻ്റെ സംരക്ഷണ നിയമം കിട്ടുകയുള്ളൂ. രണ്ടാമത്തത്, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണം ലഭിക്കുന്നതിനുള്ള നിയമം അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1. ഈ നിയമം അനുസരിച്ച് കുട്ടികൾ എന്ന് ഉള്ളതിന് ആൺപെൺ വ്യത്യാസമില്ല. 2. പ്രായം സംബന്ധിച്ച് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിർവചന പ്രകാരം അത് 16 വയസ്സിൽ താഴെ ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിൽ ഏതാണ് ആൻസർ തന്നെ നോക്കാം. ആൻസർ ബി ആണ്. എന്താണ്? പ്രസ്താവനകളിൽ 1 മാത്രം ശരിയാണ്. ഏതാണ് 1? ഈ നിയമം അനുസരിച്ച് കുട്ടികൾ എന്നത് ഉള്ളതിലെ ആൺപെൺ വ്യത്യാസമില്ല. അതാണ് ശരി. ഇനി മൂന്നാമത്തത്, താഴെ പറയുന്നവയിൽ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമേത്? അതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഏതാണ്? ആൻസർ എ, പോക്സോ ആക്ട്. അടുത്തത്, കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആയത് പോക്സോ നിയമപ്രകാരം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ട പരമാവധി സമയം എത്രയാണ്? അപ്പോൾ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ട പരമാവധി സമയം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ്. കൃത്യം നടന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം 24 മണിക്കൂറിനകം. അതാണ് ആൻസർ. ഇനി നാലാമത്തത്, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത്, ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിൻ്റെ ഗൗരവമനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. 2. നിയമവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ആയിരിക്കരുത്. നമുക്ക് എൻ്റെ ആൻസർ ഏതാണെന്ന് നോക്കാം. ആൻസർ ബി, പ്രസ്താവനകൾ 2ഉം ശരിയാണ്. അപ്പോൾ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റങ്ങളിൽ അതിൻ്റെ ഗൗരവം അനുസരിച്ചിട്ട് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നത് ആണ്. പിന്നെ ഈ നിയമവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്നും മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിലായിരിക്കരുത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനായി ഉണ്ടാക്കിയ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഏതാണ്? ആൻസർ സി, 2012. അപ്പോൾ അതിനോടനുബന്ധിച്ച് 2-3 കാര്യങ്ങൾ നോക്കാം. രാജ്യസഭയിൽ അംഗീകരിച്ചത്, ഇത് പോക്സോ നിയമം രാജ്യസഭയിൽ അംഗീകരിച്ചത് 2012 മെയ് 10-നാണ്. ലോക്സഭയിൽ അംഗീകരിച്ചത് 2012 മെയ് 22-നാണ്. പ്രസിഡന്റ് അംഗീകരിച്ചത് 2012 ജൂൺ 19-ന്. നടപ്പിലാക്കിയത് 2012 നവംബർ 14-ന്. ഈ 4 ഡേറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോട്ട് ചെയ്ത് പോയിൻ്റ് ഔട്ട് ചെയ്ത് തന്നെ പഠിച്ചിരിക്കണം. ഈ 4ഉം നടന്നത് 2012 തന്നെയാണ്. ഇപ്പോൾ രാജ്യസഭയിൽ അംഗീകരിച്ചത് മെയ് 10-ന്, ലോക്സഭയിൽ മെയ് 22-ന്, പ്രസിഡന്റ് അംഗീകരിച്ചത് ജൂൺ 19-ന്, നടപ്പാക്കിയത് ചിൽഡ്രൻസ് ഡേയുടെ അന്ന് നവംബർ 14-ന്. അടുത്തത്, പോക്സോ നിയമത്തിലെ സെഷൻ 3 എന്താണ് കൈകാര്യം ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിൻ്റെ നിർവചനം. അതാണ് കൈകാര്യം ചെയ്യുന്നത്. പോക്സോ നിയമത്തിലെ സെഷൻ 3 കൈകാര്യം ചെയ്യുന്നത് നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിൻ്റെ നിർവചനം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടിയല്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്നറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കുന്ന തടവിന് ശിക്ഷിക്കപ്പെടും? നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1 വർഷം അല്ലെങ്കിൽ പിഴയോ, 1 വർഷവും പിഴയും അല്ലെങ്കിൽ 2ഉം കൂടിയോ അനുഭവിക്കണം. അപ്പോൾ നമ്മൾ ആ സെഷൻ കണ്ടതാണ്, വ്യാജ പരാതി നൽകുന്നത്.
ഇനി അടുത്തത്, പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയപരിധി. അതെന്താ? സമയപരിധി ഇല്ല. ഓക്കെ. അപ്പോൾ ഒന്നും കൂടിയും അത് വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ എഴുതിയേക്കുന്നതാണ്. 2012 മെയ് 22 പോക്സോ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. 2012 ജൂൺ 19 രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ ഒപ്പിട്ട് നിയമത്തിന് നിയമസാധുത നൽകി. 2012 നവംബർ 14 ഇന്ത്യയിൽ പോക്സോ നിയമം നിലയിൽ വന്നു. ഈ നിയമത്തിലെ കുറ്റകൃത്യങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ സെക്സ്വൽ അസോൾട്ട്. രണ്ടാമത്തത് ലൈംഗിക പീഡനം അല്ലെങ്കിൽ സെക്സ്വൽ ഹറാസ്മെൻറ്റ്. മൂന്നാമത്തത് ചൈൽഡ് പോണോഗ്രാഫി. 2019 ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി ഇറാനി. അപ്പോൾ 2019 പോക്സോ ഭേദഗതി ബില്ലാണ് കേട്ടോ. പോക്സോ നിയമത്തിൽ ചെറിയൊരു ഭേദഗതി വരുത്തി. 2012 പോക്സോ നിയമം നിലയിൽ വന്നു. 2019 ആയപ്പോഴും അതിൽ കുറച്ച് ഭേദഗതി വരുത്തി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയേക്കുന്നത്. രാജ്യസഭയിൽ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത് സ്മൃതി ഇറാനിയാണ്. രാജ്യസഭയിൽ പാസ്സാക്കപ്പെട്ടത് 2019 ജൂലൈ 24-നാണ്. ലോക്സഭയിൽ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് വീരേന്ദ്രകുമാറാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. പോക്സോ ആക്ട് പ്രകാരം പരാതി ആർക്കാണ് നൽകേണ്ടത്? അപ്പോൾ അതിൻ്റെ ആൻസേഴ്സാണ് കേട്ടോ താഴെ കൊടുത്തേക്കണം മൊത്തം. പോക്സോ ആക്ട് പ്രകാരം പരാതി താഴെ കൊടുത്തിരിക്കുന്ന എല്ലായിടത്തും നമുക്ക് പരാതി നൽകാം. ഏതൊക്കെയാണ്? ഒന്ന്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൊടുക്കാം. 2, ലോക്കൽ പോലീസിന് കൊടുക്കാം. 3, സ്പെഷ്യൽ ജുവനൈൽ പോലീസിന് കൊടുക്കാം. 4-മത്തത് ബാലാവകാശ കമ്മീഷന് കൊടുക്കാം. 5-മത്തത് വെബ് പോർട്ടലായ പോക്സോ ഇ ബോക്സ് വഴി കൊടുക്കാം. അപ്പോൾ 5 കാര്യങ്ങളിൽ കൂടി നമുക്ക് പോക്സോ പരാതി നൽകാം. ഇനി എന്താണ് ഇ ബോക്സ് നോക്കാം. പോക്സോ ഇ ബോക്സ് എന്താണ്? ഈ ഓൺലൈൻ സംവിധാനമാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് മേനക ഗാന്ധിയാണ്. നിലവിൽ വന്നത് 2016 ഓഗസ്റ്റ് 26-നാണ്. അപ്പോൾ പോക്സോ ഇ ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ സംവിധാനമാണ്. പോക്സോനെ കുറിച്ച് ഇത് ഉദ്ഘാടനം ചെയ്തത് മേനക ഗാന്ധിയാണ്. നിലവിൽ വന്നത് 2016 ഓഗസ്റ്റ് 26-നാണ്. ഇതിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് 1098. ഓർത്തിരിക്കാൻ വേണ്ടി 1098. ഇനി ഒരു പോക്സോ കുറ്റകൃത്യം കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ആർക്കൊക്കെ പരാതി നൽകാൻ കഴിയും? പോക്സോ കുറ്റകൃത്യം കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ആർക്കൊക്കെ പരാതി നൽകാൻ കഴിയും? രക്ഷിതാക്കൾക്ക്, സ്കൂൾ അധികൃതർക്ക്, കുട്ടിക്ക് സ്വമേധയാ പരാതി നൽകാനും സാധിക്കും. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? 1-മത്തത് 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി എടുക്കണം. 2-മത്തത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിത ഉദ്യോഗസ്ഥ ഉണ്ടായിരിക്കണം. 3-മത്തത് മൊഴിയെടുക്കുന്ന സമയത്ത് യൂണിഫോമിലായിരിക്കരുത്. 4-മത്തത് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലായിരിക്കണം മൊഴിയെടുക്കേണ്ടത്. അപ്പോൾ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ: 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴിയെടുക്കണം. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിത ഉദ്യോഗസ്ഥ ഉണ്ടായിരിക്കണം. മൊഴിയെടുക്കുന്ന സമയത്ത് പോലീസുകാരെ യൂണിഫോമിലായിരിക്കരുത്. രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലായിരിക്കണം മൊഴിയെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ വിചാരണയെക്കുറിച്ച് പറയുമ്പോൾ 5 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്? ജില്ലാ ജഡ്ജ് അധ്യക്ഷനായ പ്രത്യേക പോക്സോ കോടതികളുണ്ട്. വിചാരണയ്ക്ക് ജില്ലാ ജഡ്ജ് അധ്യക്ഷനായ പ്രത്യേക പോക്സോ കോടതികളുണ്ട്. വിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കണം. വിചാരണ തുറന്ന കോടതിയിൽ ആകരുത്. വിചാരണ അല്ലെങ്കിൽ കോടതി നടപടികൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെടണം. 5-മത്തെ കോടതിയിൽ തെളിവ് നൽകുന്നതിനായി കുട്ടിയെ ആവർത്തിച്ച് വിളിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പ് നൽകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിചാരണയെക്കുറിച്ച് പറയാനുള്ളത്. ഒന്ന്, ജില്ലാ ജഡ്ജ് അധ്യക്ഷനായ പ്രത്യേക പോക്സോ കോടതികളുണ്ട്. വിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കണം.
വിചാരണ തുറന്ന കോടതിയിലാകരുത്. വിചാരണ അല്ലെങ്കിൽ കോടതി നടപടികൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെടണം. കോടതിയിൽ തെളിവ് നൽകുന്നതിനായി കുട്ടിയെ ആവർത്തിച്ച് വിളിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പ് നൽകണം. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി ഇല്ല. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി 2024-25 അധ്യയന വർഷം മുതൽ കേരളത്തിലെ സാമൂഹ്യ ശാസ്ത്ര വിഷയത്തിൽ പോക്സോ നിയമം ഉൾക്കൊള്ളിച്ചു. അപ്പോൾ ഈ വർഷം മുതൽ 2024-25 അധ്യയന വർഷം മുതൽ കേരളത്തിലെ സാമൂഹ്യ ശാസ്ത്ര വിഷയത്തിൽ പോക്സോ നിയമം ഉൾക്കൊള്ളിച്ചു. കേന്ദ്ര വനിതാ ശിശു ക്ഷേമ വകുപ്പ് മന്ത്രാലയം പുറത്തിറക്കിയ ഹ്രസ്വചിത്രത്തിൻ്റെ പേരെന്താണെന്ന് ഒരു PSC ചോദിച്ചിട്ടുണ്ട്. കോമൾ ആണ്. കേന്ദ്ര വനിതാ ശിശു ക്ഷേമ വകുപ്പ് മന്ത്രാലയം പുറത്തിറക്കിയ ഹ്രസ്വചിത്രമാണ് കോമൾ. Thank you for watching.